മൊത്തം മനുഷ്യർക്കുള്ള താക്കീതുമാണ്. ഇതിനെ വേർപെടുത്തി എടുത്താൽ മൊത്തം മനുഷ്യരുടെ താക്കീത്. നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം വെളിപ്പുറത്ത് വരും. വിചാരണയിട്ട് നിങ്ങൾ ചെയ്ത നന്മക്ക് അതിൻ്റെതായ പ്രതിഫലം, തിന്മക്ക് അതിൻ്റെതായ പ്രതിഫലം. ഇത്തിരി നന്മയുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം, ഇത്തിരി തിന്മയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം. നമുക്കറിയാവുന്ന സൂത്രം തന്നെ അത് തരും. ആ വിചാരണയും ആ നാടും ഉണ്ട്. അവിടെ നിങ്ങളുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടും എന്ന വസ്തുത പറയുന്നതോടൊപ്പം മുൻ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ താല്പര്യവും നിലപാടും അനുസരിച്ചല്ല പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യവും കാര്യങ്ങളും അതുകൊണ്ട് അവരുമായുള്ള ബന്ധം എന്നിട്ട് ഇസ്ലാമിനെ ഒത്തുകൊടുക്കൽ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ സമൂഹത്തിന് ഇസ്ലാമിനെ ഉയർത്തി കാണിക്കുകയും അതിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഇസ്ലാമിനെ കൈയൊഴിയുകയും ഒക്കെയാണ് പോകുന്നത് എങ്കിൽ ഇതാ ഈ ഒരു നാട് വരാൻ പോകുന്ന കാര്യങ്ങൾ മറക്കണ്ട കേട്ടോ. അന്നേ ദിവസം നിങ്ങൾ നന്മകൾ അവിടെ ഹാജരാക്കപ്പെടും, തിന്മകളും ഹാജരാക്കപ്പെടും. പറയുക ആ തിന്മകൾ അവിടെ ഹാജരാക്കി വരുമ്പോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പടച്ചവനെ ഈ ദിനം ഇപ്പോൾ സംഭവിക്കുന്നതായിരുന്നു, അത് കുറെ അകലെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഖുർആൻ വേറൊരു ഭാഗത്ത് പറയുന്നു, അന്ന് മനുഷ്യൻ മുമ്പ് ചെയ്തതും ശേഷം ചെയ്തതുമായ കാര്യങ്ങളൊക്കെ, അവൻ മുൻകൂട്ടി ചെയ്തതും പിന്തി ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ അവന്റെ മുമ്പിൽ സംഭവിക്കുന്നു. അപ്പൊ മനുഷ്യകുലത്തിന്റെ സകല പ്രവർത്തനങ്ങളും അവിടെ അല്ലാഹു വെളിപ്പെടുത്തും, ഹാജരാകും. അമ്മ എന്ന സാഹചര്യം സൂറയിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ കൃത്യമായി റെക്കോർഡിൽ നാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഹാജരാക്കാൻ പറ്റുന്നത്. അതവിടെ കൃത്യമായി രേഖപ്പെടുത്തി. അപ്പൊ ഈ മനുഷ്യന് പറയും, ഞാൻ ഇതും തമ്മിൽ ഒരുപാട് അകലമുണ്ടായിരുന്നു നന്നായിരുന്നേനെ. ഇവിടെ പറഞ്ഞില്ലേ ഈ ദിനം കുറെ ദൂരെയായിരുന്നു നന്നായിരുന്നേനെ. അതുപോലെ ഞാൻ ഇതും തമ്മിൽ ഒരുപാട് അകലമുണ്ടായിരുന്നു നന്നായിരുന്നേനെ. മശ്രിക്കയിൽ രണ്ട് ധ്രുവങ്ങളിലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ ആഗ്രഹിക്കും. വ്യത്യസ്തമായ സ്ഥലത്ത് ഞാൻ ഏതനെക്കുറിച്ച് തുറാവ, ഇതൊന്നും കാണാനും കേൾക്കാനും അവസരം ഉണ്ടാകുന്ന ഞാനങ്ങ് മണ്ണായി ഒടുങ്ങി എന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ മനുഷ്യൻ പറയും. വ്യത്യസ്തമായ രംഗത്ത് വിശദീകരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ മായാകിതാബ് വല്ലാത്ത റെക്കോർഡ് തന്നെയാണ്. എന്തൊരു രേഖയാണ് ഇത്. ഇല്ല ഞാൻ ചെയ്ത ചെറുതും വലുതും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നല്ലോ എന്നൊക്കെ വിലപിക്കും. അപ്പൊ മനുഷ്യന് കാണും ഇങ്ങനെ ഒരു നാട് വരാനുണ്ട്. അത് നിങ്ങൾക്ക് നിഷേധിക്കാനോ അത് നിങ്ങൾ കാണാതിരിക്കാനോ സാധ്യത. നിങ്ങളോട് തീർന്നു പോകില്ല. നിങ്ങളെ മുമ്പിൽ എല്ലാം കൃത്യമായിട്ട് ഹാജരാക്കും. അതിനെക്കുറിച്ച് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവ നിങ്ങളെ ശരിക്കും അവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക. അള്ളാഹു അവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നും നിങ്ങൾ അവന്റെ ദാസന്മാരും ദാസിമാരും മാത്രമായിരിക്കണമെന്നും അവന്റെ തിരുതലിലൂടെ ലഭ്യമായ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാവുന്നു. നിങ്ങൾ മരണമാകുന്ന പടിവാതിലൂടെ പ്രവേശിക്കാനുള്ളവരാണ് എന്നും അവിടെ നിങ്ങൾ വീണ്ടും പുനരുജ്ജീവിക്കപ്പെടുകയും വിചാരണ നടക്കുകയും രക്ഷാശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ള ഉറച്ച ബോധ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ഉറച്ച സത്യത്തെക്കുറിച്ച് അവർ നിങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു അതിനെക്കുറിച്ച് നിങ്ങളെ ശരിക്കും ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് അവനെക്കുറിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അവനെക്കുറിച്ച് നിങ്ങളെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അവനെക്കുറിച്ച് നിങ്ങളെ താക്കീത് എന്ന് പറഞ്ഞാൽ ആ ഓർമ്മപ്പെടുത്തൽ ശരിക്കും ഉൾക്കൊണ്ട ആളുകൾ അവരോ അവരല്ലാതെ കാരണത്തിന് അർഹനാണ്. അള്ളാഹു അവന്റെ ദാസന്മാരോട് കരുതി കാണിക്കണം. അപ്പൊ ആർക്കാണ് അല്ലാതെ കാര്യമില്ല, അത് സംശയം വേണ്ട. ആർക്കാണ് ഇബാദുകൾ? ഇബാദ് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അർത്ഥം ദാസന്മാർ, അടിമകൾ എന്നാണ്. എല്ലാവരും അല്ലാതെ അടിമകൾ തന്നെയാണല്ലോ ആണ്. അത് പദാർത്ഥത്തിൽ അങ്ങനെയാണ്. എന്നാൽ അൽ ഇബാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരെ ഉദ്ദേശിക്കുക? അള്ളാഹുവിനെ
കാരുണ്യം കാണിക്കും. ഇതിന് വലിയ വിശദീകരണം അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരെ കുറിച്ചും അല്ല പറഞ്ഞ നിങ്ങളുടെ തിന്മയും ഹാജരാക്കും നന്മയും ഹാജരാക്കും എന്നാണല്ലോ പറഞ്ഞത്. ആണ് നല്ലവരുടെയും ചീത്ത ആളുകളുടെയും ഒക്കെ ഒരുപോലെ തന്നെ സംഗതി ഹാജരാക്കുന്നിടത്ത് അല്ല ഒന്നും വെട്ടിത്തിരിച്ചിട്ടും കാണില്ല, എല്ലാത്തിനും കാണിക്കും. അപ്പോ മനുഷ്യരാണല്ലോ നമ്മൾ, തെറ്റുകൾ നമുക്ക് സംഭവിക്കാറ്. അള്ളാനെ രക്ഷണക്കാർ ജീവിക്കുന്ന മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. പുല്ലുപനിയാണോ എന്ന പ്രശസ്തമായ ഒരു തിരുവചനമുണ്ടല്ലോ. മനുഷ്യന്റെ പ്രകൃതം തെറ്റ് ചെയ്യുക എന്നതാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് ഉത്തമ പശ്ചാത്തലപ്പിക്കുന്നവരാണ്. അപ്പോ ഈ ചെയ്തു പോയ തിന്മ നല്ലവരുടേതും അവിടെ ഹാജരാകും. അള്ളാന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിച്ചവർക്ക് അവിടെ മാപ്പില്ല. എന്നാൽ അള്ളാന്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ തയ്യാറായി ആ മാർഗത്തിൽ മുന്നേറും. പക്ഷെ ദൗർബല്യങ്ങൾ കൊണ്ടോ അറിവില്ലായ്മ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു. അപ്പൊ അവരുടെ നന്മയും ഇവിടെ ഹാജരുടെ തിന്മയും ഉണ്ട്. ആ തിന്മ അല്ല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കാൻ തയ്യാറാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വചനങ്ങളുണ്ടല്ലോ. തിന്മ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുടെ തിന്മകൾ അവർക്ക് നന്മകളാക്കി മാറ്റിക്കൊടുക്കും. തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കും. അതൊക്കെ ചെയ്യുന്നത് ഔദാര്യം. അപ്പൊ അള്ളാഹ് അങ്ങനെ കാരുണ്യം കാണിക്കുന്നല്ലവർ. കാരണം നമ്മൾ മലക്കളല്ലോ, മനുഷ്യരാണ്. ചില വീഴ്ചകളൊക്കെ സ്വയം ഉണ്ടാവണം നിർബന്ധം പിടിക്കലോ ഉണ്ടാവാം. ആ വീഴ്ചകൾ തീർന്നു കിട്ടണമല്ലോ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ. തെറ്റുകളുമായി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ അള്ളാന്റെ ഒരു ഔദാര്യമുണ്ട്. അതാണ് അള്ളാന്റെ കാരുണ്യം, പരലോകത്തുള്ള കാരുണ്യം. ആ കാരുണ്യം കൊണ്ട് അവനെന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തലച്ച് നന്മയുടെ മാർഗ്ഗം ചരിക്കുകയും ഖുർആന്റെ താല്പര്യം ഇസ്ലാം തന്നെ മുഖപിടിക്കുകയും അള്ളാന്റെ ദീനിനെ വേണ്ടി നിലകൊള്ളുകയും ആ മാർഗത്തിൽ കർമ്മനിരതരാവുകയും ഒക്കെ ചെയ്ത നിലപാടുള്ളവർ അവർക്ക് അള്ളാഹ് അവരുടെ തിന്മകൾ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കും. അതാണ് അപ്പൊ ഒരു അർത്ഥം അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അതിനെ അംഗീകരിച്ച് അവന്റെ ശരിയായ ദാസന്മാരായി ജീവിക്കുന്നവർ, അവനെ ഇമാനത്തെടുക്കാവുന്ന അവനനുസരിച്ച് ജീവിക്കാം. അത്തരം ആളുകളുള്ള കാര്യം കാണിക്കും. അവരുടെ തിന്മകൾ അള്ളാഹു അവർക്ക് കൊടുത്ത് മാപ്പാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സന്ദർഭമുണ്ടല്ലോ, മദീന പള്ളിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവർ. അങ്ങനെയാണല്ലോ ജീവിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ സന്തോഷമാണ് അറിയിക്കപ്പെട്ടവരും അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അഥവാ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ എത്ര തന്നെ ചെയ്താലും അതിനൊന്നും പകരമാവില്ല അല്ലാതെ സ്വർഗ്ഗം. അങ്ങോട്ടൊന്നും എത്തില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയും. അപ്പൊ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അങ്ങേക്കും അങ്ങനെ മാത്രമാണോ സാധ്യമാവുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ സാധ്യമാവും. അപ്പൊ അള്ളാഹു എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തിരിക്കല്ലേ തിരുനബിക്ക്. മഅ്സൂമായ പ്രവാചകന്മാരെന്ന് പറയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്സൂമാണ്, പാപരഹിതനാണ്. സംഭവിച്ച തെറ്റുകളൊക്കെ അല്ല പുറത്തു കൊടുത്തിട്ട് അള്ളാന്റെ കാരുണ്യം കൊണ്ടാ സ്വർഗ്ഗത്തിൽ. ഹബീബായ റസൂലുള്ളാഹി ഒരുപാട് ത്യാഗം ചെയ്ത ഇസ്ലാമിന് വേണ്ടി. പക്ഷെ ആ ത്യാഗവും നന്മയും ആ സൽപ്രവൃത്തിയും കൊണ്ടൊന്നും ചോദിച്ചു വാങ്ങാൻ മാത്രം അർഹതപ്പെട്ട അതിനേക്കാൾ എത്രയോ മുകളിലാണ് സ്വർഗ്ഗം. അതാണ് റസൂലുള്ളാഹിയുടെ കാര്യം, നമ്മുടെ കാര്യവും. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടിയേ പറ്റൂ. ആ കാരുണ്യം കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മോട് കനിയണമെങ്കിൽ നമ്മൾ അവന്റെ തന്നെ ദാസന്മാരായിട്ട് മാറണം. നമ്മൾ നമ്മുടെ ഇച്ഛയുടെ ദാസന്മാരാകാൻ പാടില്ല.
നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു ഏറെ കൊടുക്കുന്നവരും കരുണ കാണിക്കുന്നതുമാണ്. ഒരു വലിയ വസ്തുത പറയാം. എന്താ വേണ്ടത്? മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുധാരയിൽ എന്താ മനസ്സിലാക്കാം? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ. അങ്ങനെയാണ്. മറ്റൊരു മതത്തിന്റെ പേര് പറഞ്ഞാൽ അവർ അവരുടെ ഒരു ദൈവസങ്കല്പം ഉണ്ടാകുമ്പോൾ അതിനെ സ്നേഹിക്കുന്നവർ. അങ്ങനെ വരിക. ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. അതുപോലെ ഈ മുസ്ലിമീങ്ങൾ ആരാ? മുസ്ലിമീങ്ങൾ അവരുടെ സിദ്ധാവിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. അതാണ് ശരി, അങ്ങനെയാണ് ആവേണ്ടത്. നമുക്കത് ഉൾക്കൊള്ളാനുള്ള പറ്റുന്നൊരു കാര്യമില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് അതെങ്ങനെയെന്ന് മനസ്സിലായില്ല. സ്നേഹത്തിന്റെ രീതിശാസ്ത്രം നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നും അറിയാതെ പറ്റും. ക്രൈസ്തവ സമൂഹത്തിന് സ്നേഹത്തിന്റെ രീതിശാസ്ത്രം അറിയാം. അത് അതിജയിച്ചു പോയ പ്രശ്നമേ അവിടെ ഉള്ളൂ. അവർക്ക് ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ദൈവത്തിന്റെ സ്നേഹത്തിന് അവർക്ക് വലിയ പ്രതീക്ഷയുമായി. അതുകൊണ്ട് അവരെല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടാണ് പോവുക. പക്ഷെ നമുക്കെല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കാൻ അറിയില്ല. അവരുടെ സ്നേഹം വഴിമാറിപ്പോയ പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഇന്ന് ശരിയായ സ്നേഹത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ എങ്ങനെയുള്ളത്? വിശ്വാസികൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കഠിനമായി സ്നേഹിക്കുന്ന കഠിനമായ പ്രേമം. അശദ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിക്കുക. അഥവാ അള്ളാഹ്